ഹായ് ഹലോ, എൻ്റെ പേര് ദിനേഷ്. ഞാനൊരു ഫ്രൂട്ട് ഗാർഡനെയാണ് പരിചയപ്പെടുത്തുന്നത്. ഒരു 2-3 കൊല്ലമായിട്ടുള്ളൊരു എഫേർട്ടാണ്. ഇപ്പോൾ ഇത് ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും 2025. അതിൻ്റെ ന്യൂ ഇയർ റെസൊല്യൂഷൻ പോലെ ഞാൻ ഒരു കമ്മിറ്റഡായിട്ട് ചെയ്തു തീർത്തൊരു ഇതാണ്. ഇതിലിപ്പോൾ ഒരു കുറച്ച് സ്ഥലമേ ഉള്ളൂ, എങ്കിലൊരു 45 വെറൈറ്റീസ് ഫ്രൂട്ട്സ് ഡിഫറെൻറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ തന്നെ പറമ്പൊക്കെ ശരിയാക്കി തടമൊക്കെ എടുത്ത് അതിൻ്റെ അകലത്തിലൊക്കെ വെച്ച്, അതിപ്പോൾ 8 കൊല്ലമായി വെച്ചതുണ്ട്, 4 കൊല്ലമായി വെച്ചതുണ്ട്, 1 കൊല്ലമായി വെച്ചതുണ്ട്. അങ്ങനെ മൊത്തം ഒരു എക്സോട്ടിക് പ്ലാന്റ്സ് എന്ന് പറയുന്ന രീതിയിൽ പുറത്തുനിന്നുള്ള അമേരിക്കൻ തൈകളും അങ്ങനെ ഡിഫറെൻറ്റ് കോണ്ടിനെൻറ്റിൽ നിന്നുള്ള തൈകൾ വെളിയത്ത് ഗാർഡനിൽ നിന്നൊക്കെ ഞാൻ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് പരിചയപ്പെടുത്താം. ആദ്യം ടെറസിലുള്ള 3 പരിചയപ്പെടുത്താം. കാരണം അത് അധികം വെള്ളം നനവൊന്ന് ചീഞ്ഞ് പോകുന്നതും അതുപോലെ തന്നെ കീടങ്ങൾ പെട്ടെന്ന് ആക്രമിക്കാവുന്ന ടൈപ്പാണ്. അത് 3 ഞാൻ മുകളിൽ കയറ്റി വെച്ചിരിക്കുന്നത്. ബാക്കി പറമ്പിൽ ഒരു 10-25 തെങ്ങ്, 25 കവുങ്ങ്, 10-150 വാഴ തൈകൾ, ഇതിനൊക്കെ ഓർഡർ ചെയ്ത് സൈഡിലേക്കൊക്കെ ആക്കി അങ്ങനെയാണ് ഇതിനുള്ള സ്ഥലങ്ങൾ ഈ ചുരുങ്ങിയ സ്ഥലത്ത് നമ്മൾ സംഘടിപ്പിക്കുന്നത്. അപ്പോൾ അതിന് കുറച്ച് എഫേർട്ടുണ്ട്. നല്ലൊരു സാറ്റിസ്ഫൈയിങ് പരിപാടിയാണ്. സമയം വേണം, എങ്കിലും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയെന്നുള്ളൊരു സന്തോഷമുണ്ട്. അപ്പോൾ അതൊന്ന് പരിചയപ്പെടാം. ഇതൊരു ബ്രസീലിയൻ മൾബറിയാണ്. ഇത് മുകളിൽ വെച്ചിരിക്കുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ഇലയൊക്കെ കടിച്ചു തിന്നും കീടങ്ങൾ. അപ്പോൾ അത് മുകളിലേക്ക് വെച്ചിരിക്കുകയാണ് കീടത്തിൻ്റെ ആക്രമണം കുറയ്ക്കാനായിട്ട്. ഇത് ബ്രസീലിയൻ മൾബറിയാണിത്. പിന്നെ ഇപ്പുറത്തിരിക്കുന്നത് ഗോണ്ടോ ബെറി എന്ന് പറഞ്ഞിട്ടൊരു സാധനമാണ്. ഇതും വിദേശി ടൈപ്പാണ് ഗോണ്ടോ ബെറി. അപ്പോൾ അത് ചെറുതാണ്, അതുകൊണ്ട് ഞാൻ മുകളിൽ കയറ്റി വെച്ചിരിക്കുന്നു. ഒന്ന് വലുതായി കഴിഞ്ഞാൽ താഴേക്ക് മാറ്റണം. പിന്നെയുള്ളത് ഇതാണ്. ഇത് നമ്മുടെ ടർക്കിഷ് ഫിഗ് ഹണി ആണ്. അപ്പോൾ ഇത് ടർക്കിഷ് ഫിഗ് 3-4 എനിക്ക് കിട്ടിയിരുന്നു. ഇത് 3 കൊല്ലമായത് സാധനമാണ്. 2 കൊല്ലമായതാണ്. അപ്പോൾ ഇതിൽ എനിക്ക് 2-3 കിട്ടിയിരുന്നു. ഇതിനധികം വെള്ളം പാടില്ല, അതുകൊണ്ട് ടെറസിൽ കയറ്റി വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ മഴക്കാലത്ത് ചീഞ്ഞു പോകും. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ബാക്കിയുള്ളത് താഴെ കാണാം. അപ്പോൾ താഴെ ഫ്രൂട്ട് ഗാർഡൻസിൻ്റെ ഫ്രണ്ട് അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്ത് കാണിച്ചു തരാം. താഴേക്ക് ഇറങ്ങിയിട്ട് ചെറിയൊരു ഗാർഡൻ ഉണ്ട്. അത് അപ്പനമ്മയൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. നമുക്ക് ഈ ഒരു സൈഡിൽ നിന്ന് തുടങ്ങാം. ഇതിൽ കോമണായിട്ട് തെങ്ങുകളും ഒരു 10-25 തെങ്ങ്, 10-25 കവുങ്ങ്, 100-150 വാഴകളൊക്കെ ഉണ്ട്. അതല്ലാണ്ട് വേറെ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് കാണിച്ചു തരാം. ഇത് ഒന്ന് നമ്മുടെ റംബൂട്ടാനാണ്. ഇതൊരു റംബൂട്ടാൻ അത്യാവശ്യം 8 കൊല്ലമായത് ഞാൻ വെച്ചിട്ട് ഒരു കാക്കുന്നുണ്ട്. ഇത് മാവുകളുണ്ട്. ഒരു 10 മാവ് ടൈപ്പുകളുണ്ട്. ഇതൊരു മാവാണ്. പിന്നെയുള്ളത് ഒരു ഞാവൽ കാണിച്ചു തരാം. ഞാവൽ വെച്ചിട്ടുണ്ട്. ഇത് ഞാവൽ 3-4 ഞാവലുണ്ട്. ഇത് പേരകളാണ്. പേര പല വെറൈറ്റീസ് ഉണ്ട്. ഇതൊരു വെറൈറ്റി, ഇത് 2 വേറെ. അതാണ് പേരകൾ വരുന്നത്. പേരകളുണ്ട് ഒരു 8-10. പിന്നെ വരുന്നത് നമുക്ക് റൗണ്ട് അടിച്ച് വരാം. ഇതൊരു ഇലവറങ്ങം എന്ന് പറഞ്ഞൊരു സാധനമാണ്. നമ്മൾ കറുവപ്പട്ടയുടെ ടേസ്റ്റൊക്കെ ഉള്ള ടൈപ്പ്. ഇത് മയിൽപ്പീലി മാവാണ്. ഇത് പണ്ടേ ഉള്ളതാണ്. പിന്നെയുള്ളതൊരു പർപ്പിൾ ഫോറസ്റ്റ് ഗുവ വെച്ചിട്ടുണ്ട്. അതാണിത്, പർപ്പിൾ ഫോറസ്റ്റ് ഗുവ. അത് രസമായിട്ട് വരുന്നു. പിന്നെയുള്ളത് ഇവിടെ ഒരു ഇരുമ്പമ്പുളി ഉണ്ട്. ഇരുമ്പമ്പുളി വെച്ചിട്ടുണ്ട്. ഇരുമ്പമ്പുളിയുടെ. പിന്നെയുള്ളത് ഇത് നമ്മുടെ നെല്ലിപ്പുളി. അത് പുതിയത് വെച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഒരു ചവറപ്പ്. പിന്നെ വേപ്പുകൾ കുറേ മുളച്ച് വന്നിട്ടുണ്ട്. അങ്ങനൊരു 10 തൈ വേപ്പ് തന്നെ ഉണ്ട്. പിന്നെയുള്ളത് മാംഗോസ്റ്റൻ വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ കുറേ ചേമ്പും ഇതൊക്കെ കാണാം. മാംഗോസ്റ്റൻ പക്ഷെ വളരെ ഗ്രോത്ത് കുറവാണ്. ഇതിന് 8 കൊല്ലം ആയതാണ്, പക്ഷേ ഗ്രോത്ത് ഭയങ്കര കുറവാണ്. പിന്നെ ഇത് ആത്ത ഒരു 10 ആത്ത ടൈപ്പ് ഉണ്ട്. അതിനൊക്കെ കുരുമുളകൊക്കെ ഉണ്ടാവും. പിന്നെ ഇതൊരു പ്ലാവാണ്. ഇതിപ്പോൾ കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട്. പ്ലാവുണ്ട്, 3-4 പ്ലാവുണ്ട്. തെങ്ങ് കയറി തേങ്ങയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതൊരു മാവാണ്, പുളിയമ്മാവാണ്, വലിയ മാങ്ങയാണ്. അതിന് കുരുമുളക് കുറേ കാണാം. ഇത് ചേമ്പുകൾ.
വാഴ കിണർ വേറെ കൂട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ തന്നെ പറമ്പ് കിളച്ച് തടമൊക്കെ എടുത്ത് നനച്ച് ഇട്ടിരിക്കുവാണ്. അത് കാണാൻ തന്നെ ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്, നമുക്ക് ഭയങ്കര സാറ്റിസ്ഫൈങ് ആണ്. ഇത് ജയൻറ്റ് ഒലസാപ്പോ എന്നൊരു സാധനമാണ്. ഇതൊക്കെ സൗത്ത് അമേരിക്കൻ ഫ്രൂട്ട്സുകളാണ്, ഭയങ്കര ടേസ്റ്റാണെന്ന് പറഞ്ഞ്. ഇത് ഞാൻ എടുത്തിരിക്കുന്ന വെളിയത്ത് ഗാർഡനിൽ നിന്ന് 2 പ്രാവശ്യമായിട്ട് എടുത്തിട്ടുണ്ട്. 4 കൊല്ലം മുമ്പ് എടുത്തിട്ടുണ്ട്, പിന്നെ കഴിഞ്ഞ 1 കൊല്ലത്തിൽ എടുത്തിട്ടുണ്ട്. ഇതൊരു ചാമ്പ ഞാൻ വെച്ച് തന്നെ 8 കൊല്ലമായത്. ഇതിന് കുറച്ച് കാച്ച് കിടക്കുന്നുണ്ട്. യെസ്, ചാമ്പയുണ്ട്. അങ്ങനെ കുരുന്ന് വരുന്നുണ്ട്. കിളികളൊക്കെ വന്ന് കുറേ തിന്നും, എന്നാലും അതൊക്കെ ഉണ്ടായി കിടക്കണം, കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. അതാണ് ചാമ്പ കാത്ത് നിൽക്കുന്നത്. ഇത് നാരകമാണ്. നാരകം, ഇത് ചെറുനാരകമാണിത് വരുന്നത്. ഇപ്പുറത്ത് വീണ്ടും നാരകമുണ്ട്. പിന്നെ ഇതൊരു ചെറുമാൻ ചെറി എന്ന് പറയുന്നത്, സുറുമാൻ ചെറിയും ഇതൊരു 8 കൊല്ലമായിട്ടുണ്ടെന്ന് തോന്നുന്നു. യെസ്, ഇത് ഇത്ര വലുപ്പമായിട്ടുണ്ട് സുറുമാൻ ചെറി. പിന്നെ ഇവിടെ ഒരു മാവുണ്ട്, അത് വീണ്ടും 2 കിളുത്ത് വിടുന്നു. ഇത് നമ്മുടെ ആപ്രിക്കോട്ട് ഞാൻ വെച്ചിരിക്കുന്നതാണ്, ഉണ്ടാവുമെന്നറിയില്ല, എന്നാലും വെച്ചിട്ടുണ്ട്. പിന്നെ വാഴകൾ, പിന്നെ വീണ്ടും 2-3 റംബൂട്ടാൻ തൈകളുണ്ട്. 3 അത്യാവശ്യം വലുപ്പമായുണ്ട്. അത് മറ്റേ ഗ്രാഫ്റ്റ് ടൈപ്പാണ്. ഇത് നീലം മാവ് വെച്ചിട്ടുണ്ട്, 8 കൊല്ലമായത്. കാച്ചിട്ടില്ല, പക്ഷേ അത്യാവശ്യം എൻ്റെ ഇലയൊക്കെ ഇങ്ങനെ ഇപ്പോൾ ഒത്തിരി കയറി വന്നിട്ടുണ്ട്. വീണ്ടും ഒരു നാരകം. പിന്നെ പൈനാപ്പിളുണ്ട്. 75 പൈനാപ്പിൾ നമ്മൾ കഴിച്ചിട്ട് അതിൻ്റെ കിരീടം ഉണ്ടല്ലോ, ക്രൗൺ, അത് വെച്ചിട്ട് മാത്രമാണ് ഇത്രയധികം പൈനാപ്പിൾ ഉണ്ടായിരിക്കുന്നത്. 75 തൈകളപ്പൻ കഴിച്ച് കഴിഞ്ഞാൽ അത് കൊണ്ട് കുഴിച്ചിടും. അപ്പോൾ അങ്ങനെ കുറേ ഉണ്ടായിട്ടുണ്ട്. 75ഓളം പൈനാപ്പിളിൻ്റെ വേലിയേറ്റത്തുണ്ട്. പിന്നെ ഇത് സ്റ്റാർ ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ട്. ഹണി സ്റ്റാർ ഫ്രൂട്ട് ആദ്യമായിട്ട് കാച്ചിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. യെസ്, ഭയങ്കര ഡയബറ്റീസിനും അല്ലെങ്കിൽ എന്താ പറയുക, ഡൈജഷനൊക്കെ വളരെ അടിപൊളി സാധനമാണ് ഹണി സ്റ്റാർ. ഇത് വീണ്ടും ചെറുനാരകം. ഇതൊരു മാവ് തൈയാണ്. പിന്നെ ഇതെന്ന് പറയുന്നത് ഐസ്ക്രീം ബീൻ എന്ന് പറഞ്ഞ സാധനമാണ്. അങ്ങനെ പഞ്ഞി പോലെ അതിൻ്റെ ഉള്ളിൽ വരും ഐസ്ക്രീം ബീൻ. അതും കുറച്ച് വലുപ്പമായിട്ടുണ്ട്. പിന്നെ നമ്മുടെ 3-4 പപ്പായ തൈകളുണ്ട്. പിന്നെയുള്ളത് ഇത് റൊളീനിയ എന്ന് പറഞ്ഞിട്ടൊരു സാധനം, വീണ്ടും നമ്മുടെയൊക്കെ ഒരു ആത്തച്ചക്ക ടൈപ്പ് സാധനമാണ് റൊളീനിയ. അത് സൗത്ത് അമേരിക്കൻ വേർഷനാണ്, അതുണ്ട്. പിന്നെ നമ്മുടെ ആത്തയാണിത് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഇപ്പുറത്ത് അച്ചാച്ചിരു എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്, സൗത്ത് അമേരിക്കൻ. ഇതും നല്ല അടിപൊളി ടേസ്റ്റാണെന്നാണ് പറഞ്ഞത്, അച്ചാച്ചിരു. ഇത് വലിയ മരമാവും, മറ്റേ അലപ്പോസ പോലെ തന്നെ. ഇത് വീണ്ടും ഒരു ചെറിയ ഞാവൽ. പിന്നെ നമ്മുടെ അവക്കാഡോ വെച്ചിട്ടുണ്ട്. അവക്കാഡോ ഒരു 3 കൊല്ലമായതാണിത്, പക്ഷേ ചെറുതായിരുന്നു, കൃത്യ വലുതായുണ്ട്. പിന്നെ ലോഗൻ ഞാൻ തന്നെ കുരു മുളപ്പിച്ചിട്ട് ഉണ്ടായിട്ട് വന്നിട്ടുള്ളതാണ് ലോഗൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ടേസ്റ്റ്. പിന്നെ വീണ്ടും ഒരു മാവും തൈ ഉണ്ട്. പിന്നെ കവുങ്ങുകളും തെങ്ങ്, വാഴ, അതൊക്കെ അവിടെ ഉണ്ട്. ഇത് വീണ്ടും നമ്മുടെ റംബൂട്ടാൻ്റെ ഒരു തൈ. സീതപ്പഴത്തിൻ്റെ ഒരു തൈ ഇവിടെ കാണാം, സീതപ്പഴം. പിന്നെയുള്ളത് എന്തായിരുന്നു, പിന്നെ ഇത് ഭയങ്കര ഭംഗിയാണ്. ഇത് നിൽക്കണ കാണാൻ തന്നെ, ഇല ഗ്രീൻ സ്റ്റാർ ആപ്പിൾ. അത് ഇതൊക്കെ ഇല കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ് കാണാൻ. യെസ്. പിന്നെ ഇത് വീണ്ടും ഒരു സൗത്ത് അമേരിക്കൻ സാധനമാണ്, ഒരു മട്ടോവ എന്ന് പറയുന്നത്. അത്യാവശ്യം ഹൈറ്റ് ആയിട്ടുണ്ട്, ഇതാണ് ഏറ്റവും ഹൈറ്റ് വന്നിട്ടുള്ളത്, വലിയ മരമാവും മട്ടോവ എന്ന് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ കുരു പോലെ കുറേ കായകളാണ്. ഇത് വീണ്ടും ഒരു റംബൂട്ടാൻ്റെ തൈ. ഇത് ലാങ്സാറ്റ് എന്ന് പറഞ്ഞൊരു സാധനമാണ്, ലാങ്സാറ്റ്. അത് ഇങ്ങനെ കയറി വരുന്നുള്ളൂ, അങ്ങനെ നിൽക്കുവാണ് ലാങ്സാറ്റ്. പിന്നെ വീണ്ടും ഒരു മാവിൻ്റെ തൈ. ഇവിടെ 2 വഴുതനങ്ങ ഉണ്ടായി നിൽക്കുന്നത് കാണാം, ഇപ്പം ഇടയിൽ കുഴിച്ച് വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഇത് നമ്മുടെ ജബോട്ടിക്കയുടെ ചെറിയ തൈയായിരുന്നു, അത് കയറി വരാനൊക്കെ കുറച്ച് സമയമെടുക്കും. ജബോട്ടിക്ക. ഇത് ചാമ്പ, കുറച്ച് വലുപ്പമായൊരു ചാമ്പയാണ്, പക്ഷെ ഉണ്ടായിട്ടില്ല ഇതുവരെ. യെസ്. ഇത് വിയറ്റ്നാം എർലി പ്ലാവ്. ഇത് വീണ്ടും ഒരു ചാമ്പ. പിന്നെ ഇത് നമ്മുടെ കടപ്ലാവിൽ കുറേ ഉണ്ടായിരുന്നു, 2 കൊല്ലമായിട്ട് കാച്ചിട്ടുള്ളതാണ്, 8 കൊല്ലമായതാണ്. പിന്നെ നമ്മുടെ ലൂവിക്കായ ഇങ്ങനെ മാർബിൾ ബിട്ട പോലെ ഉണ്ട്, ഇപ്പോൾ കുറേ കുറഞ്ഞു. കുറേ വൈനൊക്കെ ഇട്ടിരുന്ന പ്രാവശ്യം കണ്ടമാനം ലൂവി ഉണ്ടായിരുന്നു. നല്ല വൈനിടാനൊക്കെ അടിപൊളി സാധനമാണ്, കുറേ ഉണ്ടാവും. പിന്നെ ഇത് ഓറഞ്ച്, കംകാറ്റ് ഓറഞ്ച് അല്ലെങ്കിൽ ഇസ്രായേൽ ഓറഞ്ച് എന്ന് പറയുന്ന സാധനം. ഇത് പറഞ്ഞ് ഉണ്ടായി നിൽക്കണ കാണാം, ഓറഞ്ച് കണ്ടോ, ഓറഞ്ച് ഉണ്ടായിട്ടുണ്ട്. വീണ്ടും ചെറിയ ഇതൊക്കെ ഉണ്ടായി വരുന്നുണ്ട് ഓറഞ്ചിൻ്റെ.
അപ്പോൾ അതങ്ങനെ ചാമ്പ ഉണ്ടായിട്ടുണ്ട്, സ്റ്റാർ ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ട്, ലൂബിക്ക ഉണ്ടായിട്ടുണ്ട്, ഈ ഓറഞ്ച് ഉണ്ടായിട്ടുണ്ട്, വഴുതനങ്ങ ഉണ്ട്. ഇപ്പോൾ കറൻ്റ്ലി ഉള്ളതൊക്കെ ആപ്പയുണ്ട്, കുറേ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പിന്നെ അബിയു കാണിച്ചു തരാം. അബിയു ഈ സൈഡിൽ വെച്ചിട്ടുണ്ട്. അതിനധികം വെയിലൊന്നും വേണ്ടാത്തതുകൊണ്ട് തണലത്ത് വെച്ചിരിക്കുന്നു. ഇത് വീണ്ടും ഒരു പ്ലാവ്, ഇതൊരു അബിയു. യെസ്, ഇത് പാഷൻ ഫ്രൂട്ടിൻ്റെ കടയാണിത്. കുറേയൊക്കെ ഉണ്ടാവും പാഷൻ ഫ്രൂട്ട്. ഇതിൽ മാത്രമല്ല, എൻ്റെ വീടിൻ്റെ മുകളിലേക്ക് പടർത്തിയിരിക്കുന്ന ആശയമയുണ്ട് കുറേ. അവിടെ പാഷൻ ഫ്രൂട്ട് ഉണ്ട് അതിൻ്റെ മുകളിൽ. യെസ്, പിന്നെ ഉള്ളത് ഇത് കുരുമുളക്. യെസ്, ഇത് സപ്പോട്ട ഒരു 8 കൊല്ലമായി വെച്ചിട്ടുള്ളത് തന്നെയാണ്. ഇതിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് കായ്കൾ ഉണ്ടാകുന്നുണ്ട് കുഞ്ഞ സപ്പോട്ട. പിന്നെ വരുന്നത് ആസ് യൂഷ്വൽ നമ്മുടെ പേരകളാണ് വരുന്നത്. പേര വരുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫ്രൂട്ട് ഗാർഡൻ്റെ വിശേഷം. 45 വെറൈറ്റികൾ ഉണ്ട്. അതിൻ്റെ അപ്പുറത്ത് കാണിച്ചില്ല. സീതപ്പഴമുണ്ട്. അപ്പോൾ ഇത് സീതപ്പഴം. ഇതൊരു ചാമ്പയാണ്. ഇതുവരെ ഉണ്ടായിട്ടില്ല, എപ്പോഴും ചാമ്പയുണ്ട്. വീണ്ടും ഒരു ഞാവലിൻ്റെ തൈയുണ്ട്. ഇവിടെ ഒരു ഞാവലിൻ്റെ തൈയുണ്ട്. വീണ്ടും പൈനാപ്പിളിൻ്റെ കുറച്ചെണ്ണം വെച്ചത് കാണാം. ഇതാണ് വീണ്ടും സീതപ്പഴം. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഇത് 2 മാവ് ചെറുത് വേറെയുണ്ട്. ഇതൊക്കെ പുളിയ മാവുകളാണ്. അങ്ങനെ ഇതൊക്കെയാണ് വിശേഷങ്ങൾ.